ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ്. എന്താണ് ഇനി നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയിത്തീരുന്നതാണ്. നിങ്ങളുടെ ഈ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കാം. നമുക്ക് വന്നിരിക്കുന്ന 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓവറോൾ എനർജി ആയിട്ട്. ദി ഹൈ പ്രിഷ്യസ് എനർജിയാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡക്കായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിലവിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അടിയുണ്ടാക്കുക, ഫൈറ്റ് നടക്കുക, വഴക്ക്, ഭയങ്കരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിലുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിലുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദി ഹൈ പ്രിഷ്യസ് എനർജിയാണ് ശരിക്കും. അതുപോലെ തന്നെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എനർജിയും വന്നുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തേർഡ് പാർട്ടി കണക്ഷൻ ഇതിനകത്തുണ്ട്. നിങ്ങളെ ശരിക്കും എന്താ പറയുക, സീക്രറ്റ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി, ഇതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇത് ഹൈ പ്രീഷ്യസ് എനർജിയാണുള്ളത്. അപ്പോൾ എന്തെങ്കിലും മുഖേന ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാതെയാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാരിറ്റി ലഭിക്കും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഒരുപാട് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തിക്ക് തന്നെ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഇനി എങ്ങോട്ടാണ് മുന്നോട്ട് ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ അതൊക്കെ മാറ്റി നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു മനസ്സുമായിട്ട് തീർച്ചയായിട്ടും അവർ വരും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സീക്രട്ടായിട്ട് കൊണ്ടു നടക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് അവരുടെ പ്ലാനിങ് എന്നാണ് കാണുന്നത് കേട്ടോ. ടു ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി അവർക്ക് 2 ഓപ്ഷനുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ കൂടാതെ വേറൊരു ഓപ്ഷൻ കൂടി ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുതന്നെയാണ് നമുക്ക് കിട്ടിയതും 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രപ്പോസലൊക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് വേറെയും കുറേ പ്രപ്പോസൽ വരുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ 2 ആളുണ്ട്. നിങ്ങളെ കൂടാതെ വേറൊരു വ്യക്തി കൂടി ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ അവർ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ മൈൻഡിലാണ് അവരുള്ളതിപ്പോൾ. പക്ഷെ അവർ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നത്. പക്ഷേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അത് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ്. അവരുടെ ഒരു സ്റ്റാറായിട്ട് നിങ്ങളെ ഒരു തരം ഭയങ്കര അട്രാക്ഷനാണ്. നിങ്ങളൊരു സ്റ്റാറായിട്ടാണ് അവരെ ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. പക്ഷേ അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പോഴും നിങ്ങൾ വേണം, നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് അവരുടെ സന്തോഷം. പക്ഷെ ഇപ്പോൾ നിലവിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ തെറ്റിപ്പിരിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥ കാരണം നിങ്ങളിലേക്ക് നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ പോയതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി ഇതറിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ ഒരു അവസ്ഥയും കാണുന്നുണ്ട് കേട്ടോ. ഫാമിലി ഇതറിയാമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ മൂലം ഇത് എൻഡായി പോയതും ആവാം. ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് രണ്ടിടത്തായതുപോലെയൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് ഇത് ഫാമിലി അറിഞ്ഞുകൊണ്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇതിലൊരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങളെ നല്ലത് പറയുന്നവരുണ്ട്, നിങ്ങളെ മോശം പറയുന്ന ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ.
പക്ഷേ അതുകൊണ്ട് തന്നെ ആളൊരു സ്റ്റക്കാണ്. ആൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ അവരുടെ മനസ്സിലുള്ള ഒരു സീക്രട്സ് ആയിട്ട് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ, യാതൊരു സംശയമില്ല. പക്ഷേ ഇതിലൊരു മാറ്റം വരുമെന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്ന ഒരു സമയം. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലൊരു നല്ലൊരു ചേഞ്ച് വരും. ആൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും കേട്ടോ. ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിയുടെ ഇത് കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് തന്നെ എടുത്ത് നോക്കേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിലേക്ക് വരിക. പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവില്ല, നല്ല ഇഷ്ടമുണ്ട് ഇപ്പോഴും കേട്ടോ. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഇഷ്ടമാണ്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കണക്ഷനിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് യേസോ കപ്സാണ്, അത്രയും ഫീലിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. 8 of Wands ആണ്. പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും കേട്ടോ. കാരണം അവർ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങളോടൊപ്പം ഉള്ള ലൈഫാണ് അവർക്ക് ഏറെ ഇഷ്ടം. 9 of Wands ഷോർട്സ് ആണ്. തീർച്ചയായിട്ടും ഇതിലൊരു ആക്ഷൻ അവർ എടുക്കും കേട്ടോ, ഉറപ്പായിട്ട് അവർ ആക്ഷൻ എടുക്കും. ഫുൾ കാർഡാണ്. നിങ്ങൾ തമ്മിലെ ഒരു റിയൂണിയൻ, ഈ ഒരു വ്യക്തി ഒരു റീബർത്ത് ആഗ്രഹിക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. പക്ഷേ മറ്റേ വ്യക്തി കാരണം ഇപ്പോൾ 2 വ്യക്തി ഉണ്ട് ഇതിനകത്ത്, പക്ഷെ അവർ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് സാധ്യത. കാരണം ഒരു ഭയം ഈ വ്യക്തിക്കുണ്ട്. ചില സാഹചര്യത്തിൽ ഫാമിലിയെ ഭയക്കുന്നതാവാം, അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയെ ഭയക്കുന്നതാവാം. പക്ഷേ എങ്ങനെയായാലും അവരുടെ മനസ്സിൽ അവർക്ക് മുന്നോട്ട് പോകേണ്ടതും അവർക്ക് നിങ്ങളോടൊപ്പമാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവർ. തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നല്ലൊരു മാറ്റം വരും. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ ലഭിക്കും, തീർച്ചയായിട്ടും ലഭിക്കും കേട്ടോ. അവർ ഓപ്ഷനായിട്ടാണ് നിങ്ങളെ വെച്ചതെങ്കിലും നിങ്ങളെ തന്നെയാണ് അവർ അവസാനം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതും കേട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ G ആണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസം, ഓഗസ്റ്റ്, ജൂൺ, പത്തനംതിട്ട, വൈറ്റ് ബട്ടർഫ്ലൈസ്, ഗൾഫ് രാജ്യം, തിരുവാതിര, ബ്ലൂ കളർ, പർപ്പിൾ കളർ, ബ്യൂട്ടീഷ്യൻ, പൂയം നക്ഷത്രം, മാരേജ് നിങ്ങളുമായിട്ടുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ലെറ്റർ Z ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ D ആണ് വന്നിരിക്കുന്നത്. ചിത്തിര, ഏപ്രിൽ, തൃക്കേട്ട, മെയ് മാസം. ലെറ്റർ P ആണ് വന്നിരിക്കുന്നത്. പൂരം നക്ഷത്രം. മിറാക്കിൾ സംഭവിക്കും നിങ്ങൾക്കിടയിൽ. നവംബർ മാസം, ഉത്രട്ടാതി. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഗ്രീൻ കളർ, യെല്ലോ കളർ. ലെറ്റർ A ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ. 50 ആണ് വന്നിരിക്കുന്നത്. S ആണ് വന്നിരിക്കുന്നത്. 49, 7, 16, 12 ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്